ജഗദംബികായൈ നമോ നമഃ. വിഷ്ണോ രക്ഷതു മാം ചരാചരഗുരുകൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസഗുരു കൃഷ്ണായ ദത്തം മൻ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോऽസ്മ്യഹം കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ജയതു ജയതു ദേവോ ദേവകീനന്ദനോऽയം ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ. ജയതു ജയതു മേഘശ്യാമളകോമളാംഗോ ജയതു ജയതു പൃഥ്വീഭാരനാശോ മുകുന്ദ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. നമുക്ക് 30-ാമത്തെ അധ്യായത്തിലെ അംബികാവൃതോപദേശാണ് ഇന്ന് നോക്കാനുള്ളത്. ഇതോടുകൂടി നമുക്ക് ഈ 3-ാമത്തെ സ്കന്ധം നമ്മൾ സമർപ്പിക്കും, ഈ 30-ാമത്തെ അധ്യായത്തോടുകൂടി. അപ്പൊ എന്താ പറയുന്നത് നമുക്ക് നോക്കണ്ടേ. ലക്ഷ്മണന്റെ ധീരോചിതവും വേദവ്യാസ മഹർഷി പറയുകയാണ്, ലക്ഷ്മണന്റെ ധീരോചിതവും സാന്ത്വനപ്പെടുത്തുന്നതുമായ വാക്കുകൾ കേട്ടിട്ട് ശോകത്തെ ഉപേക്ഷിച്ച് ശ്രീരാമൻ ശാന്തചിത്തനായി. ഓളതാ ദേവർഷി നാരദൻ തന്റെ മഹതി എന്നു പേരുള്ള വീണയും മീട്ടി മധുരമധുരമായ സാമഗാനം ആലപിച്ചുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് വരുന്നു. ശ്രീരാമചന്ദ്ര പ്രഭു ആണെങ്കിലോ നാരദനെ കണ്ട ഉടനെ എഴുന്നേറ്റ് അർഘ്യം നൽകി പൂജിച്ചാദരിച്ച് പീഠത്തിൽ ഉപവിഷ്ടനാക്കി. നാരദന്റെ ആജ്ഞപ്രകാരം ശ്രീരാമൻ നാരദന്റെ സമീപത്ത് തന്നെ ഇരുന്നു. അതാണ് നമ്മുടെ സംസ്കാരം, ഹിന്ദു സംസ്കാരമാണ് കാണിക്കുന്നത്. എന്താ വെച്ചാൽ ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ കസേലയുടെ മേലെ കാലും കയറ്റി വെച്ചിട്ട് വാ സുഖം തന്നെയല്ലേ വാ ഇരിക്ക് ഇങ്ങനെ പറയുകയല്ല. നമ്മൾ എഴുന്നേറ്റിട്ട് അവർക്ക് കാലിടാൻ വെള്ളം കൊടുത്ത് എന്താ വേണ്ട കുടിക്കാൻ വേണമെങ്കിലും കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കും. അവരോട് അവരെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കാളും പ്രായവും കൂടിയ ആളും ബഹുമാനിക്കേണ്ട ആളുമാണെങ്കിലാണ് ഈ പറയുന്നത്. ഇരിക്കൂന്ന് പറഞ്ഞാലാണ് നമ്മൾ ഇരിക്കണ്ട, അല്ലാതെ ഇരുന്നിടങ്ങാതെ ഇരുന്ന് അതേ വന്നത് നാടിരിക്കുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയല്ല. ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിലാണ് നാരദ മഹർഷി വന്നിട്ടാകുമ്പോൾ നാരദ മഹർഷി പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ ഇരുന്നു എന്ന് പറയുന്നു. ഇവിടെ ഇരിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇരുന്നു. സൗമിത്രയോടുകൂടി വിഷാദാകുലനായിരിക്കുന്ന ശ്രീരാമനോട് നാരദൻ ചോദിച്ചു, സീതാദേവി ദുഷ്ടനായ രാവണൻ തട്ടിക്കൊണ്ടുപോയത് ഇന്ദ്രലോകത്ത് വെച്ച് ഞാൻ അറിഞ്ഞു. ഇത് കാട്ടിൽ വെച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അവിടെയാണ് നാരദര് വന്നത്, ശ്രീരാമചന്ദ്രനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതേപ്പറ്റി സാധാരണ മനുഷ്യരെ പോലെ പരിതപിക്കുന്നത് ബുദ്ധിയാണോ രാമചന്ദ്ര? ആ ദശാസ്യന്റെ നാശത്തിന്റെ ആരംഭമല്ലേ ഇത്? അത് മനസ്സിലാക്കാതെ മോഹവലയത്തിൽപ്പെട്ട് ചെയ്തതാണ് ഈ കൃത്യം. അല്ലയോ കാകുൽസ്ഥ, അല്ലയോ ശ്രീരാമചന്ദ്ര, പൗലസ്ത്യവധത്തിനല്ലേ അങ്ങയുടെ ഈ അവതാരം തന്നെ? അതിനല്ലേ പ്രാധാന്യം എന്നാണ്. അത് മാത്രല്ല, ഭഗവാന്റെ ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം ഈ ഒരു രാവണനെ വധിക്കുക മാത്രല്ലല്ലോ, അതല്ലേ പ്രധാനം എന്നാണ് ചോദിക്കുന്നത്. തന്റെ പാർഷദനായ കുംഭകർണനും രാവണനും മോക്ഷം 3 ജന്മത്തിൽ വേണ്ടേ അവർക്ക് മോക്ഷം കിട്ടാൻ? അവരെ വധിക്കുക, അത് തന്നെ. അതിന് ഹേതുവായിട്ടല്ലേ ഈ സീതാപഹരണം എന്ന് ചോദിക്കുന്നു. പൂർവ്വജന്മത്തിൽ സീതാദേവി ഒരു മുനി കന്യകയായിരുന്നു അത്രേ. അവൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാവണൻ അവളെ കാണാനിടയായി. അവളുടെ സൗന്ദര്യാതിരേകത്തിൽ ഭ്രമിച്ച രാവണൻ ദേവിയോട് തന്റെ പത്നിയായിരിക്കാൻ അഭ്യർത്ഥിച്ചു അത്രേ. ആ അഭ്യർത്ഥന നിഷേധിച്ച ദേവിയുടെ മുടിയെ രാവണൻ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് രാവണൻ തൊട്ട് അശുദ്ധമാക്കിയ ദേഹം ഉപേക്ഷിക്കാൻ സീതാദേവി, മുമ്പത്തെ ജന്മത്തിലത്തെ കഥയെന്ന് പറയുന്നത് സീതാദേവിയല്ല, സീതാദേവി തീർച്ചയാക്കി. ക്രോധാകുലയായി രാവണനോട് ഇപ്രകാരം പറഞ്ഞു, ദുഷ്ട, ഞാൻ നിന്റെ വധത്തിന് കാരണമായി വീണ്ടും ജനിക്കും എന്നും പറഞ്ഞ് ദേവി തന്റെ ദേഹം അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ചു. രമാംശം ആയ സീതയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. മനോഹരമായ മാലയാണെന്ന് ധരിച്ച് സർപ്പത്തെയാണ് അവൻ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അവന്റെ വംശനാശമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നില്ല. അങ്ങ് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം രാവണവധത്തിനായി വിഷ്ണുവിന്റെ അംശമായി സൂര്യവംശത്തിൽ നിന്ന് പിറന്നിരിക്കുകയല്ലേ? അതൊന്നും അറിയാതാണോ ഈ വെറും ഒരു മനുഷ്യന്റെ പോലെ നാടകം അഭിനയിക്കുന്നത്? അല്ലയോ മഹാബാഹോ, ധൈര്യം കൈവിടാതിരിക്കൂ. സീതാദേവി അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് ലങ്കയിൽ പരിശുദ്ധിയായി വാഴുന്നുണ്ട്. ഇന്ദ്രൻ കാമധേനുവിന്റെ അമൃത സദൃശമായ പാൽ കറന്ന് സീതാദേവിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശപ്പും ദാഹവും ദേവിയെ
ബാധിക്കുകയുമില്ല. ആ ദുഷ്ടനായ രാവണനെ കൊല്ലാനുള്ള ഒരു ഉപായം ഞാൻ പറഞ്ഞു തരാം. അവൻ നിസ്സാരക്കാരനല്ല, വൈരി ബലവാനാണ്. അതുകൊണ്ട് തുലാമാസത്തിൽ നവരാത്രി വ്രതവും ശ്രീദേവി പൂജയും ആരംഭിക്കുക. ജപഹോമങ്ങൾ ചെയ്ത് ദേവിയെ പൂജ ചെയ്താൽ സമസ്ത ഐശ്വര്യങ്ങളും നേടാൻ സാധിക്കും. ആര് പറയുന്നു? ശ്രീനാരദ മഹർഷി ശ്രീരാമചന്ദ്ര പ്രഭുവോട് പറയുന്നതാണിത്. ശുദ്ധമായ യജ്ഞപശുവിനെ ബലിയർപ്പിച്ചതിന്റെ 1/10 ഹോമിച്ചാൽ അങ്ങ് ബലവാനായിത്തീരും. പണ്ട് ഈ നവരാത്രി വ്രതം ബ്രഹ്മാവും വിഷ്ണുവും ഇന്ദ്രനും അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ വ്രതം സുഖിയും ആചരിക്കണം. സുഖി എന്ന് പറഞ്ഞാല് കൊട്ടാരത്തിലെല്ലാം ഇങ്ങനെ നല്ല സുഖസുന്ദരമായി ജീവിക്കുന്ന സമയത്ത് എന്നാണ് അർത്ഥം, അല്ലാണ്ട് ഒരാളെ പേരല്ല കേട്ടോ. പിന്നെ കഷ്ടത്തിലകപ്പെട്ട മനുഷ്യൻ ഈ വ്രതം ആചരിച്ചേലെ മതിയാവും. ഭൃഗു, കശ്യപൻ, വിശ്വാമിത്രൻ, വസിഷ്ഠൻ തുടങ്ങിയ മഹർഷി ശ്രേഷ്ഠന്മാരും ഈ വ്രതം നോറ്റിട്ടുണ്ട്. ദേവേന്ദ്രൻ പുത്രവധം നടത്താനും ബൃഹസ്പതി തന്റെ ഭാര്യയെ ചന്ദ്രനിൽ നിന്ന് വീണ്ടെടുക്കാനും ത്രിപുരഹരത്തിന് വേണ്ടി രുദ്രനും മധുകൈടഭവധത്തിനായി വിഷ്ണുവും മേരുപർവ്വതത്തിൽ ഈ വ്രതം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്രതം അങ്ങും വിധി പോലെ ആചരിച്ചാലും വിജയം സുനിശ്ചിതമാണ്, പറയാനില്ല. ശ്രീരാമൻ പറയുന്നു, അങ്ങ് സർവജ്ഞനാണല്ലോ. ആ ദേവിയുടെ ഉത്ഭവവും മഹത്വവും ഈ നവരാത്രി വ്രതം ആചരിക്കേണ്ട സമ്പ്രദായവും ഉപദേശിച്ചാലും. ഇത് കേട്ട് നാരദ മഹർഷി പറഞ്ഞു, രാജൻ, ആ ദേവി ആദി പരാശക്തിയാണ്, നിത്യയാണ്. ആ ദേവിയെ വിദ്യാമണ്ണം പൂജിച്ചാൽ സർവകാമനകളെയും ആ ദേവി സാധിപ്പിച്ചു തരും. ബ്രഹ്മാവ് തൊട്ട് സർവ്വജീവജാലങ്ങൾക്കും കാരണഭൂതയാണ് ദേവി. എന്റെ പിതാവിന് സൃഷ്ടിക്കാനും വിഷ്ണുവിന് പരിപാലിക്കാനും രുദ്രന് സംഹരിക്കാനുമുള്ള ശക്തി കൊടുക്കുന്നത് ആ പരാശക്തി തന്നെയാണ്. സത്തായും അസത്തായും ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ മൂലകാരണം ദേവി മാത്രമാണ്. ബ്രഹ്മാദി ദേവന്മാരൊക്കെയും ഈ ഭൂമിയും ഇല്ലാതിരിക്കുമ്പോഴും ആ ശക്തി പരംപുരുഷനോടൊപ്പം ലോകത്തിൽ ആധാരിയായി വർത്തിച്ചിരുന്നു. ആദ്യം നിർഗുണയായ ദേവി ബ്രഹ്മാവ് തൊട്ടുള്ള ദേവന്മാരെ സൃഷ്ടിച്ച് അവർക്ക് അതിനു വേണ്ട ശക്തി നൽകി. പിന്നീട് സഗുണയായി 3 ലോകങ്ങളും സൃഷ്ടിച്ചു. വേദാരംഭവും വേദകർത്താവും ബ്രഹ്മവിദ്യയും ആ ദേവി തന്നെയാണ്. ആരെപ്പറ്റി ശരിയായി മനസ്സിലാക്കിയാൽ ഈ സംസാര വലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ ആ പരാശക്തി തന്നെയാണ് ജഗദംബിക. ഗുണകർമ്മ ഭേദങ്ങൾക്കനുസരിച്ച് പല പേരുകളിലും ആ ദേവി അറിയപ്പെടുന്നെന്ന് മാത്രം. സ്വരവ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ നാമങ്ങളും ആ ദേവിയുടേതാണ്. ഇപ്പൊ ശ്രീരാമചന്ദ്രൻ ചോദിച്ചല്ലോ, നാരദ മഹർഷി, ദേവീയുടെ ചിട്ടകൾ വിസ്തരിച്ചു പറഞ്ഞു തന്നാലും. അങ്ങ് പറയുന്ന വിധത്തിൽ ഞാൻ വ്രതം അനുഷ്ഠിക്കാം. നാരദര് പറഞ്ഞു, നിരപ്പായ വൃത്തിയുള്ള സ്ഥലത്ത് ദിവ്യമായ പീഠം വെച്ചതിൽ ദേവിയെ സങ്കല്പിച്ച് പ്രതിഷ്ഠിക്കണം. ഉപവസിച്ചു വേണം നവരാത്രി വ്രതം എടുക്കുവാൻ. ഈ പൂജക്ക് ഞാൻ ആചാര്യനായിരിക്കാം. ആര് പറയുന്നു? നാരദ മഹർഷി പറയുന്നു, ദേവകാര്യാർത്ഥമായി ചെയ്യുന്ന വ്രതത്തിന് വേണ്ടത് എന്താണെന്ന് ഞാൻ ആലോചിച്ച് ചെയ്തു തരാം. നാരദരുടെ വാക്കിനെ വിശ്വസിച്ച് ശ്രീരാമൻ ദിവ്യമായ ഒരു പീഠം നിർമ്മിച്ച് ദേവിയെ അതിൽ പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ഉപവാസ വ്രതം എടുത്തു ഭഗവാൻ. വ്രതാനുഷ്ഠാനത്തോടുകൂടി പൂജയും ഹോമവും ആരംഭിച്ചു. പൂജ ആരംഭിച്ച് 7 ദിവസം കഴിഞ്ഞ് അഷ്ടമി തിഥിയിൽ അർദ്ധരാത്രിയിൽ ദേവി ശ്രീരാമന് സിംഹാരൂഢയായ പ്രത്യക്ഷ ദർശനം നൽകി. ദേവി ശ്രീരാമ ലക്ഷ്മണന്മാരോടായി മേഘഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു, അല്ലയോ രാമ, മഹാബാഹോ, നിങ്ങളുടെ പൂജ കൊണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ട വരം ചോദിച്ചു കൊള്ളുക. ശ്രേഷ്ഠമായ മനുവംശത്തിൽ വിഷ്ണുവംശമായ അങ്ങ് രാവണവധത്തിനു വേണ്ടി പിറന്നതാണ് എന്ന് ദേവി പറയണു. പണ്ടും അങ്ങ് പല അവതാരങ്ങളും എടുത്തിട്ടുണ്ട്. മത്സ്യാവതാരം സ്വീകരിച്ച് വേദത്തെ വീണ്ടെടുത്തു. അതുപോലെ തന്നെ കൂർമാവതാരം സ്വീകരിച്ച് മന്ദരപർവ്വതത്തെ ഉദ്ധരിച്ച് പാലാഴി മഥനം ചെയ്ത് അമൃതെടുത്ത് ദേവന്മാർക്ക് നൽകി അവരെ സന്തോഷിപ്പിച്ചു. വരാഹ അവതാരം എടുത്ത് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ തന്റെ തേറ്റമേൽ വെച്ച് സമുദ്രത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. പ്രഹ്ലാദരക്ഷകനായി നരസിംഹമൂർത്തിയായി വന്ന് ഹിരണ്യകശുവിനെ വധിച്ചു. ഇന്ദ്രാനുജനായി വാമനാവതാരം സ്വീകരിച്ച് ബലിയുടെ ദർപ്പം ശമിപ്പിച്ചു. എന്റെയും വിഷ്ണുവിന്റെയും അംശമായി പരശുരാമനായി അവതരിച്ച് ക്ഷത്രിയകുലം മുച്ചൂട് നശിപ്പിച്ചു. ബ്രാഹ്മണർക്ക് ഭൂമിയെ ദാനം ചെയ്തു. ഇപ്പോൾ ദശാസനെ വധിക്കാൻ ദശരഥപുത്രനായി അവതരിച്ചിരിക്കുകയാണ്. ദേവാംശമായി വന്ന് പിറന്നവനാണ് ഈ വാനരന്മാരൊക്കെ ഈശ്വരന്മാരുടെ അംശമാണെന്നാണ് പറയുന്നത്. നമുക്കറിയാലോ.
ഇപ്പം ഹനുമാൻ സ്വാമിയാണ് വായുദേവന്റെ അംശാവതാരാണ്. ബാലി, സുഗ്രീവൻ, ഇവരൊക്കെ ഓരോ ഈശ്വരന്മാരുടെ ദേവന്മാരുടെ അംശാവതാരങ്ങളാണല്ലോ. എന്റെ ശക്തിയോടുകൂടി ജനിച്ച അങ്ങയ്ക്ക് അവർ തുണയായിരിക്കും. ശേഷാംശമായി ജനിച്ച ലക്ഷ്മണൻ രാവണപുത്രനായ ബലിഷ്ഠനായ ഇന്ദ്രജിത്തിനെ വധിക്കും. തീർച്ചയാണത്. വസന്തകാലം വരുമ്പോൾ എന്നെ വ്രതം കൊണ്ട് ആരാധിക്കുക, സർവാഭിഷ്ടസിദ്ധിയും ഉണ്ടാകും. അതിനുശേഷം രാവണവധം കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്ത് 11,000 വർഷം രാജ്യം ഭരിച്ച് സുഖഭോഗങ്ങളോടുകൂടി വാഴുക. അവസാനം സ്വർഗലോക സുഖവും അനുഭവിക്കാൻ സാധിക്കും. ഇപ്രകാരം അരുളി ചെയ്ത് ദേവി അന്തർധാനം ചെയ്തു. 10-ാം ദിവസം വ്രതസമാപ്തിയിൽ വിജയാർത്തനം ചെയ്ത് പലതരത്തിലുള്ള ദാനധർമ്മങ്ങളും ചെയ്ത് അതിനുശേഷം യാത്രക്കിറങ്ങി. ഭഗവതിയുടെ വാക്കുകളാൽ പ്രേരിതനായ രാമചന്ദ്രപ്രഭു കപിശ്രേഷ്ഠന്മാരുടെ സഹായത്തോടെ തന്റെ അനുജനെയും കൂട്ടി സമുദ്രത്തിലെത്തി സേതു ബന്ധിച്ചു. ഇന്ദ്രവൈര്യ രാവണനെ വധിച്ചു. ഈ ദേവീചരിതം ഭക്തിയോട് ആരാണ് കേൾക്കുന്നത്, അവന് സകല സുഖഭോഗങ്ങളും അനുഭവിച്ച അവസാനം ആ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യാം. പുരാണങ്ങൾ അനവധി ഉണ്ടെങ്കിലും ഈ ദേവീ ഭാഗവതത്തിന് തുല്യമായി മറ്റൊരു പുരാണവുമില്ല തന്നെ എന്ന് ദേവീ ഭാഗവതമായതുകൊണ്ട് ഇതിൽ അങ്ങനെ പറയണു. മഹാഭാഗവതം വിഷ്ണുവിന്റെ കഥയാകുമ്പോ ആ ഭാഗവതത്തിന് വർണ്ണിക്കും. അങ്ങനെയാണ്. അതിന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നാരദന്റെ വ്രതകഥനം എന്ന 30-ാം അധ്യായം 3-ാം സ്കന്ധവും നമ്മള് ഭഗവാന്റെയും അതുപോലെ തന്നെ ദേവിയുടെയും പാദങ്ങളെ സമർപ്പിച്ച് 4-ാം സ്കന്ധത്തിലേക്ക് പോവുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ 4-ാമത്തെ സ്കന്ധത്തിലേക്ക് ആ ജഗദീശ്വരിയുടെയും തമ്പുരാന്റെയും അനുഗ്രഹത്തോടുകൂടി പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇപ്പൊ ജനമേജയം പറയുന്നു, അല്ലയോ വ്യാസമഹർഷിയെ, മഹാത്മൻ സൂര്യവംശ കഥകൾ അങ്ങയിൽ നിന്ന് വിസ്തരിച്ച് കേൾക്കാൻ സാധിച്ചു. മതിയോ? പോരാ, എനിക്ക് ചന്ദ്രവംശ കഥയും കൂടി കേൾക്കണ്ടേ? ഞങ്ങളുടെ വംശമല്ലേ അത് എന്ന് പറയണു. ഇനി ഞങ്ങളുടെ വംശത്തിന്റെ കഥയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആ പൊന്നുതമ്പുരാൻ ശ്രീകൃഷ്ണ കഥകള് വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണേ എന്ന് ജനമേജയ മഹർഷി രാജാവ് വേദവ്യാസ മഹർഷിയോട് പറയുന്നു. അദ്ദേഹം കഥ പറയാൻ തുടങ്ങി. ശൂരസേനന്റെ മകനായ വസുദേവന്റെ പുത്രനായ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ആദ്യത്തെ തന്നെ പറയുന്നേ ജനമേജയം പറയുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവന്മാർക്കും കൂടി പൂജ്യനായ ആനകദുന്ദുഭിക്കും പത്നി ദേവകിക്കും കംസന്റെ കീഴിൽ താമസിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് മഹർഷേ? അതിന് തക്കവണ്ണം അവർ എന്ത് കുറ്റമാണ് ചെയ്തത്? ദേവകിക്ക് ജനിച്ച 6 മക്കളെയും കംസൻ കൊന്നു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. യയാതിയുടെ വംശത്തിൽപ്പെട്ട കംസൻ എന്തിനാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. എത്ര ആലോചിച്ചിട്ടും എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായില്ല. ശ്രീഹരി കാരാഗ്രഹത്തിൽ ജനിക്കുവാനുണ്ടായ കാരണം എന്താണ്? കാരാഗ്രഹത്തിൽ ജനിക്കേണ്ട ആളാണോ ശ്രീഹരി? അല്ലല്ലോ. പിന്നെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? മഹർഷേ, ബന്ധനസ്ഥനായി ജയിലിൽ കിടക്കുന്ന വസുദേവർക്കും ദേവകിക്കും ജനിച്ച ഭഗവാൻ വാസുദേവനെ ഗോകുലത്തിലേക്ക് എന്തിനാണ് കൊണ്ടുപോയത്? ജഗത സംരക്ഷണത്തിന് ശക്തനായ തേജോനിധിയായ ഭഗവാൻ ശ്രീഹരി തന്റെ മാതാപിതാക്കളെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. പോരാ, ചോദ്യം വലിയ ചോദ്യമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മദാതാക്കളാവാൻ ഭാഗ്യം സിദ്ധിച്ചവർ മുജ്ജന്മത്തിൽ എന്ത് പാപമാണ് ചെയ്തത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വരേണ്ടി വന്നത്. ഭഗവാന് മുമ്പേ ജനിച്ച 6 കുട്ടികളെയും പാറമേലടിച്ചു കൊന്നു എന്നും അതിനുശേഷം ജനിച്ച ബാലികയെ പാറയിൽ അടിക്കുവാൻ ഓങ്ങുമ്പോൾ കയ്യിൽ നിന്ന് വഴുതി ആകാശത്തിൽ മറിഞ്ഞു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചൊക്കെ എല്ലാ കാര്യങ്ങളും കേട്ടിട്ടുണ്ട് മഹർഷേ. ഇവരുടെയൊക്കെ കഥയും ഭഗവാൻ കൃഷ്ണന്റെ ഗാർഹസ്ഥ്യവും സ്വധാമഗമനവും ലീലകളും പലരും പലതരത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. വാസുദേവ കഥ ശരിയായ രീതിയിൽ അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ അതിയായ ആഗ്രഹമുണ്ട് മഹർഷേ എന്ന് പറഞ്ഞു ജനമേജയ മഹാരാജാവ്. അപ്പോ പോരാ, പിന്നെയും അങ്ങനെ ചോദ്യം. ധർമ്മദേവന്റെ പുത്രന്മാരായ നരനാരായണന്മാർ ബദരിയാശ്രമത്തിൽ ലോകമംഗളത്തിനായി കഠിന തപസ് അനുഷ്ഠിച്ചു എന്നും
കാമക്രോധാദികളെ ജയിച്ച വിഷ്ണുവിന്റെ തന്നെ അംശമായ അവർ കൃഷ്ണനും അർജുനനുമായി അവതരിച്ചു എന്നും കേട്ടിട്ടുണ്ട്. മോക്ഷത്തിനു വേണ്ടി ഉഗ്ര തപസ്സനുഷ്ഠിച്ച യോഗികൾ വീണ്ടും ജന്മമെടുത്തതിന്റെ കാരണം എന്താണ് മഹർഷിയെ? ധർമ്മനിഷ്ഠനായ ശൂദ്രൻ മരിച്ചാൽ അടുത്ത ജന്മത്തിൽ രാജാവായും സദാചാര ശുദ്ധനാണെങ്കിൽ ബ്രാഹ്മണനായും മോഹങ്ങളെല്ലാം നശിച്ചവൻ മോക്ഷപ്രാപ്തി നേടുമെന്നും കേട്ടിട്ടുണ്ട് മഹർഷി. പിന്നെ കഠിന തപസ് ചെയ്ത് എല്ലാറ്റിലും വിരക്തി വന്ന നരനാരായണന്മാർ വീണ്ടും ജന്മമെടുക്കാൻ എന്താണ് കാരണം? അതിനൊരാവശ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവർ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തുവോ? ആരുടെയെങ്കിലും ശാപത്തിന് പാത്രീഭൂതരായോ? ഈ ബ്രാഹ്മണന്മാർ ക്ഷത്രിയരായി തീർന്നത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണ ശാപത്താൽ യദുവംശം നശിച്ചതായും ഗാന്ധാരി ശാപം കൂടി അതിന് കാരണമായി എന്നും കേട്ടിട്ടുണ്ട്. ഭഗവാൻ വാസുദേവൻ ഉണ്ടായിരിക്കെ ഭഗവാന്റെ പുത്രനെ ശമ്പരാസുരൻ ഈറ്റില്ലത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോയത് എങ്ങനെയാണ് മഹർഷി? അകത്തേക്ക് പ്രവേശിക്കാൻ ദുർഗമമായ ആ ദ്വാരകയിൽ നിന്ന് ത്രികാലജ്ഞനായ ഹരി പോലും അറിയാതെ ആ സുരൻ എങ്ങനെയാണ് ആ ബാലനെ അപഹരിച്ചത് മഹർഷി? ഇതൊക്കെ കേട്ടിട്ട് എന്റെ മനസ്സ് സംശയഗ്രസ്തമായിരിക്കുകയാണ്. എന്റെ സന്ദേഹങ്ങള് അങ്ങ് തന്നെ തീർത്തു തരണം. ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ സമയത്ത് ഭഗവാന്റെ പത്നിമാരെ കൊള്ളക്കാർ കൊണ്ടുപോയത് എങ്ങനെയാണ്? പലതരം സംശയങ്ങൾ കൊണ്ട് എന്റെ മനസ്സ് ചഞ്ചലമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടാ ചോദ്യങ്ങളെ എന്നിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഹർഷി. ഭൂമിയുടെ ഭാരം തീർക്കാൻ മഹാവിഷ്ണുവിന്റെ അംശമായി പിറന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പേടിച്ച് മധുരാരാജ്യം ഉപേക്ഷിച്ച് ബന്ധുക്കളും സൈന്യങ്ങളുമായി ദ്വാരകയിൽ അഭയം പ്രാപിച്ചു എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ധർമ്മരക്ഷയ്ക്കും ദുഷ്ടന്മാരെ കൊന്ന് ഭൂമിയുടെ ഭാരം തീർക്കാനും ജന്മമെടുത്ത ഭഗവാൻ എന്തുകൊണ്ടാണ് ഈ കൊള്ളക്കാരെ കൊല്ലാതിരുന്നത്? സർവജ്ഞനായ ഭഗവാൻ ഇതൊക്കെ മുൻകൂട്ടി അറിയാമായിരിക്കുമല്ലോ. മഹാനായ ഭീഷ്മർ തുടങ്ങിയവരെ വധിച്ചതും ഭൂമിയുടെ ഭാരം തീർക്കാനാണെന്ന് പറയുന്നു. അത്ഭുതം തന്നെ, അത്യത്ഭുതം തന്നെ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഒന്നും അങ്ങോട്ട് പിടികിട്ടണില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ അത്യധികം ഭക്തിയുള്ള ധർമ്മപുത്രൻ തുടങ്ങിയ പാണ്ഡവന്മാർ യജ്ഞങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ രാജസൂയ യാഗം ചെയ്തു. ബ്രാഹ്മണർക്ക് ധാരാളം ദാനധർമ്മങ്ങളും ചെയ്തു. കൃഷ്ണനെ മാത്രം ആശ്രയിച്ചവർക്ക് കഠിനമായ ദുഃഖം അനുഭവിക്കേണ്ടി വന്നുവല്ലോ മഹർഷി. അവരുടെ പുണ്യമൊക്കെ ക്ഷയിച്ച് ദുഃഖിക്കുക മാത്രം അവർ എന്തു പാപമാണ് ചെയ്തത്? പിന്നെ രമാംശയും കൃഷ്ണഭക്തയുമായ ദ്രൗപദിക്ക് എന്തുമാത്രം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു? ഒറ്റപ്പുടവ മാത്രം ധരിച്ച രജസ്വലയായ ആ സാധുയെ ദുശാസന മുടിക്ക് കുത്തിപ്പിടിച്ച് ബലാത്കാരമായി സഭാമധ്യത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നില്ലേ? വിരാട രാജ്യത്തിൽ മത്സ്യദാസിയായിരിക്കുമ്പോൾ ശ്രീലംബടനായ കീചകന്റെ ദ്രോഹം സഹിക്കേണ്ടി വന്നില്ലേ? വനവാസകാലത്ത് പാർത്ഥന്മാരില്ലാത്ത സമയം നോക്കി ജയദ്രഥൻ കൃഷ്ണനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലേ? മഹത്തായ രാജസൂയയാഗം അനുഷ്ഠിച്ചവർ എന്ത് പാപമാണ് മുജ്ജന്മത്തിൽ ചെയ്തിട്ടുണ്ടാകുക? ദേവാംശജാതരായ അവർക്ക് ഇത്രത്തോളം ദുരിതം സംഭവിക്കുവാൻ കാരണമെന്താണ്? എന്റെ സംശയങ്ങൾ അധികരിക്കുകയാണ്. ഭോഗങ്ങൾ നശ്വരങ്ങളാണെന്നറിവുള്ള പാണ്ഡവന്മാർ രാജ്യലാഭത്തിനു വേണ്ടി മഹാരഥന്മാരായ ഭീഷ്മാദികളെ വധിച്ചു. ഈ മഹാപാപങ്ങൾക്കൊക്കെ കൂട്ടായി നിന്നത് മഹാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനുമാണല്ലോ. സ്വാർത്ഥലാഭത്തിന് പലരെയും കൊല്ലുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഭിക്ഷ വാങ്ങിയും കൂലിപ്പണി ചെയ്തും ജീവിക്കുന്നത്? വീരന്മാരായ ഗോളകസുതന്മാരെ ഉണ്ടാക്കിയത് അങ്ങയുടെ ആജ്ഞപ്രകാരമല്ലേ? കുറച്ചു കാലം മുമ്പ് ഉത്തരാപുത്രനായ എന്റെ അച്ഛൻ പരീക്ഷിത്ത് ചത്തപാമ്പിനൊരു മുനിയുടെ കഴുത്തിലിട്ടത് എന്തിനാണ് ഇവരൊക്കെ ഈ മാതിരി ദുഷ്കർമ്മം ചെയ്യുന്നത്? ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ രാജവംശത്തിൽ ഇപ്രകാരം ഒരു ദുഷ്പ്രവൃത്തി ആരെങ്കിലും ചെയ്തതായി ഞാൻ കേട്ടിട്ടില്ല. എന്റെ അച്ഛൻ എന്താണാവോ അന്ന് സംഭവിച്ചത്? എന്റെ അച്ഛൻ എന്തിനാണ് ഇപ്രകാരം ഒരു ഹീനപ്രവൃത്തി ചെയ്തത്? ഇപ്രകാരം എണ്ണമറ്റ സംശയങ്ങൾ എന്റെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുകയാണ് വേദവ്യാസ മഹർഷി. അങ്ങ് സർവജ്ഞനാണല്ലോ, എല്ലാം അറിയുന്നവനാണല്ലോ. എന്നിൽ കരുണയുണ്ടാകണം. എന്റെ സംശയങ്ങളെല്ലാം തീർത്ത് എന്റെ മനസ്സിന് ആശ്വാസം ലഭിക്കുവാൻ അവിടുന്ന് ദയ കാണിക്കണം എന്ന് ജനമേജയ മഹാരാജാവ് വേദവ്യാസ മഹർഷിയോട് ചോദിക്കുന്നതായ ഈ ജനമേജയ പ്രശ്നം എന്ന 1-ാം അധ്യായം നമ്മള് ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുന്നു.
ഇനി ജന്മതത്വങ്ങളെ കുറിച്ചുള്ള നിരൂപണമാണ് പറയുന്നത്. ഇന്ന ജനിച്ചത് ഇന്ന കാരണം കൊണ്ട്, ഇന്ന കാരണം കൊണ്ട്, ഒരു കാരണം ഉണ്ടാവുമല്ലോ അത്. അപ്പൊ സൂതൻ ഇവരോട് പറയുന്നു, ആരോട്? മഹർഷിമാർക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ ഇത്. അപ്പം അതിനു മുമ്പ് ഇന്നയാളോട് ഇന്നമാതിരി ചോദിച്ചു, അതിനു മുമ്പ് ഇന്നയാളോട് ഇന്നമാതിരി ചോദിച്ചു. ഇങ്ങനെയാണല്ലോ നമ്മുടെ കഥകളുടെ ഒഴുക്ക്. ജനമേജയ രാജാവിന്റെ സംശയങ്ങളെ തീർക്കാനായി സത്യവതി സുതനും പുരാണകർത്താവുമായ വ്യാസമഹർഷി രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു ഋഷികളേന്ന് സുതൻ പറയണു. വ്യാസൻ പറയുന്നു, ഹേ രാജൻ, കർമ്മത്തിന്റെ ഗതി വിചിത്രമാണ് കേട്ടോ. ദേവന്മാർക്കെന്തു ദുർഗ്രഹമായ ഈ ഗതി മനുഷ്യർക്ക് എങ്ങനെ മനസ്സിലാകാൻ പറ്റൂല. ത്രിഗുണങ്ങൾ ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ടം. അത് എന്നുദ്ഭവിച്ചോ അന്നു മുതൽക്ക് സർവ്വ ജീവജാലങ്ങളും കർമാധീനരാണ്. കർമ്മം ചെയ്തേ മതിയാവും. ഓരോ കർമ്മത്തിനും അനുസരിച്ച് പല യോനികളിലും ജനിക്കുകയും നശിക്കുകയും ഇങ്ങനെ ഒരു ചക്രം കറങ്ങുന്നത് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. കർമ്മബന്ധങ്ങൾ ഇല്ലാതെയാൽ പിന്നീട് ജനനവുമില്ല, മരണവുമില്ല. കർമ്മങ്ങൾ 3 വിധമാണ്. സഞ്ചിതം, വർത്തമാനം, പ്രാരബ്ധം. ഇത് ശുഭവും അശുഭവും മിശ്രവുമാണ് എന്ന് തത്വങ്ങളെ അറിയുന്നവർ പറയുന്നുണ്ട്. ബ്രഹ്മാദികൾ പോലും കർമ്മങ്ങൾക്ക് അധീനരാണ്. സുഖം, ദുഃഖം, മൃത്യു, ജര, ശോകം, ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ക്രോധം എന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ലോഭം തുടങ്ങിയ എല്ലാ ദേഹഗുണങ്ങളും കർമ്മങ്ങൾക്ക് അധീനരായവർക്കുണ്ടാകുന്നുണ്ട്. രാഗം, ദ്വേഷം തുടങ്ങിയ ഭാവങ്ങൾ സ്വർഗത്തിലും ഉണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ. മനുഷ്യർ, ദേവന്മാര്, പക്ഷിമൃഗാദികൾ തുടങ്ങിയവർ ഈ ഭാവങ്ങൾക്ക് അടിമപ്പെടേണ്ടവർ തന്നെയാണ്. പൂർവജന്മങ്ങളിൽ ഉണ്ടാകുന്ന സ്നേഹവൈര്യങ്ങൾക്കനുസരിച്ച് ദേഹത്തിനോടൊപ്പം തന്നെ ഈ വികാരങ്ങളും ജനിക്കുന്നു. കർമ്മങ്ങൾക്കനുസരിച്ചല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞു. സൂര്യദേവന്റെ സഞ്ചാരവും ചന്ദ്രന്റെ വൃദ്ധിക്ഷയവും മഹാദേവൻ കപാലം കയ്യിലെടുക്കുന്നതും കർമ്മഫലങ്ങൾ കൊണ്ട് മാത്രമാണ്. സർവ ചരാചരങ്ങൾ നിലനിൽക്കുന്നത് ഈ കർമ്മഗതിക്ക് അനുസരിച്ച് തന്നെയാണ് കേട്ടോ. എന്നാൽ ഇതിന്റെ ഉത്ഭവം ആർക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും ഒരു അത്ഭുതം. മഹർഷിമാർ പോലെ ഈ നിത്യാനിത്യ വിചാരത്തിൽപ്പെട്ട് ഉഴലുകയാണ്. മായ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രപഞ്ചം സത്യമാണെന്ന് കരുതും. കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ലല്ലോ. മായ എല്ലാറ്റിനും കാരണബോധയാണ്. അതുകൊണ്ട് തന്നെ മായ നിത്യവുമാണ്. അതിനാൽ കർമ്മബീജം നിത്യമാണെന്ന് അറിയുള്ളവർ പറയുന്നു. ജഗത്ത് ഭ്രമിക്കുന്നതും ഈ കർമ്മബന്ധം കൊണ്ടാണ്. അതുകൊണ്ടല്ലേ അതിതേജസ്വിയായ വിഷ്ണുവിന് പോലും ഓരോ യുഗത്തിൽ ഓരോ യോനികളിലുമായി ജനിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെ സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ച് ഈ മൂത്രദേഹങ്ങളിൽ വസിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. ദേവലോകത്തിൽ ജലക്രീഡ, പാരിജാത പുഷ്പങ്ങളെ പെറുക്കി വ്യവഹരിക്കുക, ഹംസതൂലിക, മെത്തയിലെ ശയനം, ഇതൊക്കെ ആരെങ്കിലും സ്വന്തം മനസ്സുകൊണ്ട് വേണ്ട പണിക്ക് തന്നു എന്ന് വിചാരിക്കോ? ഗർഭപാത്രത്തിൽ കിഴക്കാൻ തൂക്കായിട്ടുള്ള കിടപ്പ് ബുദ്ധിയുള്ള ആരെങ്കിലും തിരഞ്ഞെടുക്കോ? തലകുത്തലിങ്ങനെ 9 മാസവും ചില്ലറ ദിവസങ്ങൾ കടന്നുപോവാ ആരെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യമാണോ അത്? വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മിയുടെ ഭാവഭാവങ്ങളുടെ സുഖവും അവിടെയുള്ള അപ്സരസ്സുകളുടെ നൃത്തസാദസ്സും വേണ്ടെന്ന് വെച്ച് ആരെങ്കിലും ഈ ഭൂമിയിൽ വന്ന് കഷ്ടപ്പെടുവാൻ ഇഷ്ടപ്പെടുമോ? ജനിമരണങ്ങളെ ഭയന്നിട്ടാണ് മുനിമാർ നാട് വിട്ട് കാട്ടിലേക്ക് പോയി ദുഷ്കരമായ തപസ് ചെയ്യുന്നത്. ഇനി വയ്യാൻ ജനിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഈ ഗർഭവാസം ഒട്ടും സുഖകരമല്ല. ദേഹമാസകലം കൃമികളുടെ കടി കൊണ്ട് വേദന. ആ വേദന സഹിച്ച് 10 മാസം ഗർഭത്തിലുള്ള കിടപ്പ്. 10 മാസം കഴിഞ്ഞാൽ യോനി യന്ത്രത്തിലൂടെയുള്ള ഇഹലോകത്തിലേക്കുള്ള പ്രവേശം. അതൊക്കെ വളരെ 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 വേദനാജനകം തന്നെയാണ്. ഇതൊക്കെ സഹിക്കാൻ വളരെ പ്രയാസമാണ്. വിശപ്പോ ദാഹമോ തോന്നിയാൽ സഹിക്കുകയേ വഴിയുള്ളൂ. ആ ജീവൻ അസ്വതന്ത്രനാണല്ലോ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം തോന്നിയാൽ കുടിക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ തലകുത്തനായിട്ട് കൈകൊണ്ട് 2 കൈയും കൂപ്പിയിട്ട് ഇങ്ങനെ നാരായണ ജപിച്ചുകൊണ്ട് കിടക്കൂലും ഗർഭപാത്രത്തിൽ എന്നാണ് സജ്ജനങ്ങൾ പറയുന്നത് കേട്ടത്. ഇനി എങ്ങനെയെങ്കിലും ജനിച്ച് പുറത്തേക്ക് വന്നു. ശൈശവദശയാണെങ്കിലോ വേദന കൊണ്ടാണോ വിശപ്പ് കൊണ്ടാണോ കരയണതെന്ന് അമ്മയ്ക്ക് പോലും അറിയാൻ പറ്റില്ല.
പറയുവാനും വയ്യ. ഇങ്ങനെ പല കഷ്ടങ്ങൾ അനുഭവിക്കണം. എന്നാൽ കർമ്മങ്ങൾക്ക് അനുസൃതമായി വരുന്ന സുഖദുഃഖങ്ങൾ ആർക്കും നിഷേധിക്കാൻ വയ്യ താനും. ബ്രഹ്മാദികൾക്ക് പോലും സ്വന്തം കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതെ തരമില്ല. യജ്ഞം, തപസ്, ദാനം, ധർമ്മം തുടങ്ങിയ സത്പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിലെത്തിയാലും പുണ്യം ക്ഷയിച്ചാൽ വീണ്ടും ഭൂമിയിൽ തന്നെ വന്ന് ജനിക്കേണ്ടി വരും. ശ്രീരാമാവതാരം വന്നപ്പോൾ ദേവന്മാർ വാനരന്മാരായി ജനിച്ചു. കൃഷ്ണാവതാരത്തിൽ കൃഷ്ണന് സഹായമായി ദേവന്മാർ യാദവന്മാരായി ജന്മമെടുത്തുവല്ലോ. ഇങ്ങനെ ഓരോ യുഗത്തിലും ഭഗവാൻ ബ്രഹ്മാവിനാൽ പ്രേരിതനായി ധർമ്മ സംരക്ഷണത്തിനായി ഓരോ അവതാരം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ചക്രം ഉരുളുന്നത് പോലെ ഹരി പല യോനികളിൽ കൂടി അവതാരങ്ങളെ കൈക്കൊണ്ടു. ആ ഭഗവാന്റെ ഒരു കാര്യം നോക്കിക്കോ. ഭഗവാൻ വിഷ്ണുവിന്റെ അംശാംശമായി അവതരിച്ച് ഓരോ കാലത്തും ദുഷ്ടരായ ദൈത്യന്മാരെ ലോകരക്ഷക്ക് വേണ്ടി വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലയോ രാജൻ, ഇനി ലോകമംഗളത്തിനായി ഭഗവാൻ ശ്രീകൃഷ്ണാവതാരം എടുത്ത കഥ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. അതെനിക്ക് കേൾക്കാഞ്ഞിട്ട് അങ്ങേക്ക് സങ്കടം വേണ്ട കേട്ടോ. കശ്യപന്റെ അംശമാണ് ധർമ്മനിഷ്ഠനും സത്യവ്രതനുമായ വസുദേവ. കശ്യപന്റെ ഭാര്യമാരായിരുന്നു അദിതിയും സരസയും. അവര് രണ്ടുപേരും വരുണന്റെ ശാപം കൊണ്ട് ദേവകിയും രോഹിണിയുമായി. വസുദേവനും പൂർവ്വശാപം കൊണ്ടാണ് ഗോകുലത്തിൽ വന്ന് ജനിച്ചത്. മനസ്സിലാക്കിക്കോ. അപ്പൊ ജനമേജയരാജ മഹാത്മാവായ കശ്യപ മഹർഷിക്ക് ശാപം കിട്ടാൻ തക്കവണ്ണം എന്ത് പാപമാണ് അദ്ദേഹം ചെയ്തത്? അടക്ക് കയറി ചോദിക്കും. അവര് ജിജ്ഞാസ അടക്കാൻ കഴിയുന്നില്ല. വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മിയോടുകൂടി വിലസുന്ന ഹരി ഈ ഗോകുലത്തിൽ പിറക്കാനുണ്ടായ ഹേതു എന്താണ്? എല്ലാവർക്കും ആശ്രയമായവനും അവ്യയനുമായ ആദിനാരായണൻ എന്ത് കാരണം കൊണ്ടാണ് മനുഷ്യയോനിയിൽ വന്ന് പിറന്നത് മഹർഷേ? ഭഗവാൻ കർണസാക്ഷിയല്ലേ. മർത്യനായി ജനിച്ചാൽ എന്തൊക്കെ അനുഭവിക്കണം? കാമം, ക്രോധം തുടങ്ങിയ എല്ലാ ഭാവങ്ങളും മർത്യനായി ജനിച്ചാൽ അനുഭവിച്ചേ പറ്റൂ. അനശ്വരമായ സ്വർഗസുഖം ഉപേക്ഷിച്ച് ഹരി നശ്വരമായ മർത്യജന്മം സ്വീകരിക്കാൻ കാരണം എന്താണ് മഹർഷേ? ശ്രീരാമാവതാരത്തിൽ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കൃഷ്ണാവതാരത്തിൽ ജന്മം തന്നെ കൽത്തുറുങ്കിലാണ്. ഗോകുലത്തിൽ നാടുമേച്ച് നടക്കല്, കംസവധം, ശത്രുഭീതിയാൽ ദ്വാരകയിൽ പോയി അഭയം പ്രാപിക്കല് മാത്രമോ? ഇതൊന്നും പോരാതെ സ്വന്തം ബന്ധുജനങ്ങൾ തമ്മിൽ കലഹിച്ച് വംശവും നശിക്കുന്നതിന് സാക്ഷിയായിരിക്കുക. ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ അറിവുള്ള ജനങ്ങൾ കൊതിക്കുമോ മഹർഷേ? അങ്ങ് സർവജ്ഞനല്ലേ. അങ്ങ് എന്റെ സംശയങ്ങളൊക്കെ തീർത്ത് മനഃശാന്തി ഉണ്ടാക്കി തരണേ എന്ന് രാജാവ് വേദവ്യാസ മഹർഷിയോട് അപേക്ഷിക്കുന്ന ഈ ഭാഗത്താണ് നമ്മൾ 2-ാം അധ്യായം സമർപ്പിക്കുന്നത്. ഇനി നമുക്ക് നാളെ ജഗദംബികയുടെയും പൊന്നുതമ്പുരാന്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.